എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അർമേനിയയിലാണ് നിൽക്കുന്നത്. ഞാനിത് ഇവിടുന്ന് ഹിച്ചാക്ക് ചെയ്തിട്ട് ജോർജിയയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ്. തീരെ വയ്യ, എനിക്ക് പനിയാണ്, കോൾഡാണ്, ത്രോട്ട് പെയിനും ഇയർ പെയിനും എല്ലാം ഉണ്ട്. തീരെ വയ്യാണ്ടാണ് ഞാൻ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് അടുത്ത രാജ്യത്തേക്ക് തിരിച്ചു കയറാൻ വേണ്ടി പോകുന്നു, ജോർജിയയിലേക്ക്. ജോർജിയയിൽ നിന്ന് പിന്നെ ഞാൻ അസർബൈജാനിലേക്കാണ് കയറുന്നത്. ബൈ റോഡ് പോകാൻ പറ്റില്ല, ബൈ റോഡ് പോകാൻ പറ്റുമെന്ന് നോക്കണം. സോ ഞാനിവിടുന്ന് ഹിച്ചാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൂക്കൊക്കെ വേദന എടുക്കുന്നു, എൻ്റെ കണ്ണെല്ലാം വേദന എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് ഇവിടെ നിന്നിട്ട് ലിഫ്റ്റ് അടിക്കുന്നത് കേട്ടോ. അയ്യോ ഞാൻ ടയേർഡാ, നല്ല രീതിയിൽ ടയേർഡാ. കുറച്ച് കഴിയുമ്പോൾ എന്താവും അറിയില്ല, എൻ്റെ ബന്ധാനൊക്കെ ഊരി പോകുന്നു. ഇവിടെ ആണെങ്കിൽ കുറേയൊക്കെ ടാക്സിയാണേ, ഒന്നും മനസ്സിലാവുന്നേ ഇല്ല ടാക്സി ഏതാണ്, നോർമൽ വണ്ടി ഏതാണ് എന്നൊക്കെ. ഇവിടുന്ന് ഏകദേശം ഒരു 200 സംതിങ് കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക്. അവിടുന്ന് പിന്നെ ഒരു 10-60 കിലോമീറ്റർ അടുത്ത ബോർഡറിലേക്ക്. അവിടുന്ന് പിന്നെ ഉണ്ട് ഒരു 500 കിലോമീറ്റർ. സോ ഞാൻ എപ്പോൾ എത്തുമെന്ന് എനിക്ക് അറിയില്ല. എന്താണ് വണ്ടിയെല്ലാം ഇടിക്കാൻ വരുന്ന പോലെയല്ല വരുന്നത്. വയ്യ, ബാഗെല്ലാം ഏറ്റിട്ട് ബോഡി ഫുൾ പെയിനാ. എന്താ കുറേ ദിവസമായി, ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലായി. കഴിഞ്ഞ ദിവസം വരെ കുറവായിരുന്നു, ഇന്നലെ രാത്രി തൊട്ടിട്ട് ഭയങ്കര കൂടുതലായി. ഇന്നലെ രാത്രി ഒന്നും എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെ വയ്യാണ്ടാട്ടോ ഞാൻ പോകുന്നേ. ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം വന്ന് അങ്ങനെ അവരത് അവിടെ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അവർ വേറെ എങ്ങോട്ടോ പോവാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ബൈ. ബാക്കിലൊരു പുള്ളിക്കാരിയും ഫ്രണ്ടിൽ രണ്ടുപേരും. അവർ ഇറാനിലുള്ളവരാണ്, പക്ഷെ ഇവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നോ പഠിക്കുന്നോ എന്തൊക്കെ ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ നിന്ന് ഹിച്ചാക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ബോർഡറിലേക്ക് പോകാൻ. കാരണം ഇവിടെ ഒരു ഡൈവേർഷൻ ഉണ്ട്. സോ മേ ബി ഞാൻ ഇവിടെ നിന്ന് ട്രൈ ആക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്പുറം നിന്നിട്ട് ട്രൈ ആക്കണം. അവിടെ നിന്ന് അടുത്ത വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്ക്, ഒരു ലേക്കാണ്. ഓൾറെഡി ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടി, അത് കുറച്ച് ദൂരം ഉണ്ടായി. ഇത് സെവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ലേക്കുമാണ് ഈ കാണുന്നത്. ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര രീതിയിൽ ഞാൻ തളർന്നു പോകുന്നുണ്ട്, തീരെ വയ്യാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാത്തത്. ഇവിടെ നല്ല റോഡാണ്, അപ്പോൾ ഒരു 10 മിനിറ്റിലൊക്കെ എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തൊക്കെയോ ആവുന്നുണ്ട്, എന്താന്ന് തന്നെ എനിക്കറിയില്ല, തീരെ വയ്യാണ്ടായിട്ടുള്ളത്. എന്തായാലും ഞാൻ അവിടെ എത്തും, രാത്രി എത്തണം, ബോർഡറിൽ എനിക്ക് എത്തണം. എത്തിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ആ ഒരൊറ്റ മൈൻഡിലാണ് ഞാൻ പോകുന്നത്. കാരണം ബോർഡറിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പില്ല. ഈ ഒരു പുള്ളിക്കാരൻ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ റോഡാണ് എനിക്ക് പോകേണ്ടത്. ആള് ടൗൺ വരെ ഉണ്ടായുള്ളൂ, വീണ്ടും 1 കിലോമീറ്റർ തന്നെ ആക്കി. എനിക്ക് ഫുഡെല്ലാം മേടിച്ച് തന്ന് ഞാൻ ബാഗിൽ വെച്ച് എനിക്ക് കഴിക്കാനുള്ളൊരു മൈൻഡില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ത്രോട്ടൊക്കെ പെയിനായിട്ട് കഴിക്കാനൊന്നും പറ്റുന്നില്ല, അതാണ്. അപ്പം അതുകൊണ്ട് ബായ്, താങ്ക് യു. നല്ലൊരു മനുഷ്യനായിരുന്നേ. എനിക്ക് ജ്യൂസ് മേടിച്ചെന്ന്, വെള്ളം മേടിച്ചെന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഇതാ വെള്ളം ഫുള്ള് ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു. ജ്യൂസൊന്നും ഞാൻ എടുത്തില്ല, കാരണം എല്ലാം തണുപ്പല്ലേ. അതുകൊണ്ട് ഞാനൊന്നും കുടിച്ചതും കഴിച്ചതും ഇല്ല. കഴിക്കാനാണ് വെള്ളം കുടിക്കുമ്പോൾ പോലെ എനിക്ക് ത്രോട്ട് പെയിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ആക്കിയിട്ടില്ല. ഇനി ഇവിടുന്ന് ഹിച്ചാക്ക് ചെയ്താൽ എനിക്ക് ഈ റോഡ് നേരെ അങ്ങോട്ട് തന്നെയാണുള്ളത്. ഇവിടെ എനിക്ക് സത്യം മിണ്ടാൻ പോലും പറ്റുന്നില്ലേ, എന്തോ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര ജലദോഷവും വയ്യ തീരെ. ആ വണ്ടിയിൽ ആളാണെങ്കിൽ കൊല്ലം കൊണ്ടുവന്ന പോലെയൊക്കെ ഓടിച്ചത്. ഇവിടെ ഈ ഒരു സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. തീരെ പറ്റുന്നില്ല. എന്തായാലും എനിക്കൊന്ന് അസർബൈജാനിൽ എത്തണം. ഒരു 85 കിലോമീറ്റർ ആണുള്ളത് അസർബൈജാൻ ബോർഡറിലേക്ക്. ഞാൻ ഇവിടെ നിന്നിട്ട് ലിഫ്റ്റ് അടിക്കണം. ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ വണ്ടിയെല്ലാം പോകുമ്പോൾ ചിലപ്പോൾ തരുമായിരിക്കും ലിഫ്റ്റ്, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തുനിന്ന് വണ്ടി വരുന്നുണ്ട്, ലിഫ്റ്റ് അടിക്കണം. എന്തല്ല എൻ്റെ സൗണ്ടെല്ലാം മാറി, എന്തൊക്കെയോ ആയിട്ടാണുള്ളത്. ഈ വണ്ടി അങ്ങോട്ടാണ്. ഇനി വണ്ടി സ്ട്രൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ഇനി ബോർഡറാണ് ഉള്ളത്. ഒരു ചെറിയ ടൗൺ ഉണ്ടായിരുന്നത് കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞിട്ടാ പോകുന്നത്. ട്രക്കിൽ ലിഫ്റ്റ് അടിക്കണ്ട തോന്നുന്നു, ട്രക്കാണ് പോകുന്നത്. ട്രക്കിൽ ഞാൻ ലിഫ്റ്റ് അടിക്കുന്നില്ല കേട്ടോ, കാരണം ചിലപ്പോൾ കുറേ ടൈം എടുക്കും. ഇങ്ങനെ തിരിഞ്ഞാ പോകുന്നത്. കാർ എന്തായാലും ലിഫ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ട്രക്കിൽ ലിഫ്റ്റ് അടിക്കുന്നില്ല, കാറിലാണ് ഞാൻ ലിഫ്റ്റ് അടിക്കുന്നത്. ട്രക്കിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുറേ ടൈം എടുക്കും. എനിക്ക് മിണ്ടാൻ തന്നെ വയ്ക്കുന്നില്ല, ഫ്രീസ് ആവുന്നുണ്ട് ഞാൻ. നല്ല തണുപ്പും ത്രോട്ടൊക്കെ, എന്താ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല.
നിർത്തിയതാണാ ചോദിച്ചോട്ടേട്ടാ, നിർത്തിയിട്ടുണ്ട്. ആ ഒരു വണ്ടി എനിക്ക് തന്നെ നിർത്തിയതായിരുന്നു. ഇപ്പതേ ഗ്യാസ് അടിക്കാൻ വേണ്ടി വന്നതാണ്. ആള് ബോർഡറിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ ഇവിടെ ഫ്യൂൽ സ്റ്റേഷനിലുള്ളത് ഗ്യാസ് ആണ് അടിക്കുന്നത്. അയ്യോ, ബോർഡറിലേക്ക് തന്നെ ആയിരിക്കും. യു ഗോ ബോർഡർ? നോ. ഓക്കെ, അതിന്റെ തൊട്ട് മുന്നുള്ള ഏതോ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അക്താല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ വന്നെത്തിയിട്ടുള്ളത്. ആള് ഇതുവഴി ആ വില്ലേജിലേക്ക് പോയി. ചെറിയ ചെറിയ വില്ലേജൊക്കെ ഉണ്ട് കേട്ടോ ഇടയിൽ. നോക്കിയപ്പോൾ വലിയ ടൗണൊന്നും കണ്ടില്ല. അപ്പം ഞാൻ വെച്ച് ബോർഡറിലേക്ക് കിട്ടുന്നു. ഞാനപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അടുത്ത വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം അധികം വണ്ടിയൊന്നും വരുന്നില്ല, വളരെ കുറച്ച് വണ്ടികളാണ് വരുന്നത്. ബോർഡറിലേക്ക് ഇനി അധികം ഇല്ല കേട്ടോ, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ബോർഡർ വരെ എത്തണം. നല്ല തണുക്കുന്നുണ്ട്, ചെവിയൊക്കെ മൊത്തം സീനായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക്. ഫൈനലി ഞാൻ ജോർജിയയിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ലിഫ്റ്റ് കിട്ടിയ വണ്ടിയിൽ എന്താ പറയുക, ഇറ്റലിയിലുള്ള ആൾക്കാരും പല കൺട്രിയിലുള്ള ആൾക്കാരും ഒരു ടൂറായിട്ട് അവർ പോകുന്നതാണ്. അവർ തിബ്ലിസിക്ക് പോകുന്ന. അവർ 1000 വട്ടം പറഞ്ഞു തിബ്ലിസിലേക്ക് പോവാം, ഈ രാത്രി ഒറ്റയ്ക്ക് പോകേണ്ട, റിസ്ക് ആണ്. പിന്നെ എനിക്ക് അസർബൈജാനിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. കോവിഡിന് ശേഷം അസർബൈജാനിൽ നിന്ന് ജോർജിയയിലേക്ക് എൻട്രി ചെയ്യാം, ജോർജിയയിൽ നിന്ന് അസർബൈജാനിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല, എന്ത് വന്നാലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കും അറിയാം അത് നടക്കില്ല എന്ന്. പക്ഷേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്താ പറയുക, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ട് ഫെയിലായെങ്കിൽ ഒരു വിഷമമില്ല, ഒരു സമാധാനമില്ല. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് പോകണം, ട്രൈ ചെയ്യണം അത്രേ ഉള്ളൂ. ഞാൻ കാല് പിടിക്കുക അവരുടെ, സമ്മതിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ ഞാൻ ജോർജിയയിൽ എൻട്രി ചെയ്തപ്പോൾ അവർ രണ്ടാമത്തെ തൊട്ടാണോ വരുന്നത്, എന്താ റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല എന്ന്. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അന്ന് ഫസ്റ്റ് എൻട്രി ചെയ്തപ്പോൾ ഒന്നും ചോദിച്ചില്ലായിരുന്നു. ഇപ്പോൾ എത്ര മാസത്തിനാ എന്താ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ ടെൻഷനും പനിയും വയ്യാണ്ടും എല്ലാം കൊണ്ടും ഇവിടുന്ന് ഒരു 23 കിലോമീറ്റർ പോയി അസർബൈജാൻ എത്തും. എനിക്ക് അലോ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഫ്ലൈറ്റിന് 25,000 രൂപയാണ് കൊടുക്കേണ്ടത്. ഫ്ലൈറ്റിന് എങ്ങനെ 25,000 രൂപ? ജസ്റ്റ് ഒരു 23 കിലോമീറ്റർ പോയാൽ ബോർഡർ എത്തി. അവർ എൻട്രി ചെയ്താൽ ഞാൻ ഓക്കെയാണ്. എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്യാണ്. എനിക്കറിയില്ല എന്താണ് ഏതാണെന്ന് പോലും. ഈ റോഡിലൊന്നും ഒരു വണ്ടി പോലും കാണുന്നില്ല, മെയിൻ റോഡും അല്ല. ഇനി അലോ ചെയ്തില്ലെങ്കിൽ എനിക്കറിയില്ല ഒന്നും. അവിടെ പോലീസ് സ്റ്റേഷനെല്ലാം കാണുന്നുണ്ട്. അവരെന്നെ കണ്ടു കഴിഞ്ഞ് ഇനി പിടിച്ചു വെക്കുമോ, അലോ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനിത് ഈ ഒരു വണ്ടിയിലാണ് കയറിയിട്ടുള്ളത്. ഹായ്. Hello. You Azerbaijan? Yeah, Azerbaijan. I am Azerbaijan. It's my friend. Okay. അവർക്ക് വീഡിയോ എടുക്കണ്ട കേട്ടോ. അവര് ഹായ് അങ്ങനെ മാറ്റി ഇവനോട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബറാന്ന് പറഞ്ഞപ്പോ ആക്കി ഇവരെന്നെ പറയുന്നത് എന്നെ വിടുന്നില്ല, എന്നെ വിടൂല എന്തൊക്കെയോ പറയുന്നുണ്ട്. Hello, Tashtepe. Tashtepe, village. Yes, Tashtepe. Azerbaijan? Yeah, Azerbaijan. Okay, but you live in here. But I'm living here. Okay. എന്റെ അടുത്ത് ഒരാൾ പോലും എൻട്രി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാരും പറഞ്ഞു പറ്റില്ല 100% 99% എനിക്കറിയാൻ പറ്റൂല എന്ന്. ആ 1% ഞാൻ ട്രൈ ആക്കാൻ വേണ്ടിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ പോകുന്നത്. സീരിയസ്ലി Tashtepe. Village name. Tashtepe. Yes. Musa is we friend. ഓക്കെ, എന്തൊക്കെ പറയണേ എനിക്ക് തന്നെ അറിയൂല, വയ്യ. അങ്ങനെ ഞാൻ മൂഞ്ചി, ഒന്നും ചെയ്യാനില്ല. ഞാൻ അവരെ കാല് പിടിച്ചു, പക്ഷെ അവരെന്നെ വിട്ടില്ല. ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു, അവരെന്നെ വിട്ടില്ല. സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ വിടാന്ന് പറഞ്ഞു. ഞാൻ കുറേ ചോദിച്ചു, പക്ഷെ അവരെന്നെ വിടുന്നില്ല. എന്ത് ചെയ്താൽ വിടുന്നില്ല. എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല. അപ്പം പിന്നെ തിരിച്ച് തിബ്ലിസിയിലേക്ക് പോകണം. എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കും ഏതാക്കും ഒന്നും എനിക്കറിയില്ല. മൊത്തം പണി കിട്ടിയിട്ടുള്ളേ. ഫ്ലൈറ്റ് ഞാൻ എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട്, പക്ഷെ എല്ലായിടത്തേക്കും ഒടുക്കത്തെ റേറ്റും. അവിടെ നിന്നാണ് ഞാൻ സൗദിക്കും ഫ്ലൈറ്റ് ബുക്കാക്കി, എല്ലായിടത്തേക്കും ബുക്കാക്കി, നാട്ടിലേക്കും ബുക്കാക്കി. അതാണ് പ്രശ്നം. ഇവിടുന്ന് ഇനി ഒരു 1 hour ഉള്ളൂ തിബ്ലിസിയിലേക്ക്, 60 കിലോമീറ്റർ. അതിനിപ്പോൾ ലിഫ്റ്റ് അടിക്കണം, ലിഫ്റ്റ് അടിച്ചിട്ട് അങ്ങോട്ട് പോകണം. പക്ഷേ വല്ലാത്ത പണി തന്നെയാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയായിരുന്നു ഒരു 99%, എന്നാലും 1% ഹോപ്പായിരുന്നു. ആ ഹോപ്പിൽ എന്തെങ്കിലും വർക്കൗട്ട് ആയാലോ എന്ന് ഓർത്തിട്ട് അത് വർക്കൗട്ട് ആയില്ല. എംബസി എന്നുള്ള സ്പെഷ്യൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ വിടുന്നു പറഞ്ഞു. സ്പെഷ്യൽ പെർമിറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. സോ മേ ബി ഞാൻ ഇന്നോട് ട്രക്കെല്ലാം ഉണ്ട്, ട്രക്കെല്ലാം ഇപ്പോൾ പോവെന്തോ. ഹിച്ചായിക്ക് ചെയ്യണം, തണുപ്പത്തിരിക്കുന്നു ഞാൻ. പാതിരാത്രി ആയിട്ടുണ്ട്.
ഞാനത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ആള് തിബ്ലിസിക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഇതിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാണ്. ആള് ഓക്കെ ആണെന്ന് തോന്നുന്നു. രാത്രി ആയതുകൊണ്ട് മൊത്തം ടെൻഷനാണ്. പിന്നെ ബോർഡറിൽ പോലീസുകാരെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ബാഗെല്ലാം ഊരിയിട്ട് അങ്ങോട്ട് കൊടുക്കട്ടെ. ഹലോ, ഇന്നലെ ഞാൻ അസർബൈജാൻ ബോർഡിന്ന് പിന്നെ ഞാൻ ലിഫ്റ്റ് അടിച്ചു. അതിനുശേഷം ഓൾമോസ്റ്റ് തിബ്ലിസി എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂം പോയി. കിടന്നുറങ്ങിയിട്ടേ ഇല്ല. ഇന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ ആയി ഞാൻ കിടന്ന്. കുറച്ചു നേരം കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ മനസമാധാനം ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഫ്ലൈറ്റ് എടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം ആലോചിച്ചിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യാ, അങ്ങനെ ഉറക്കം സെറ്റായില്ല. ഞാൻ കുറച്ചു നേരം ഒന്നിങ്ങനെ ഉറങ്ങി. അതും ഞാൻ 3 മണിക്ക് ഇന്നലെ അവിടുന്ന് അർമേനിയൻ തുടങ്ങി. ഞാൻ അത്രയും ഹിച്ചൈക്ക് ചെയ്ത് അത്രയും ടയർഡായി, പനിയൊക്കെ ആയി. എന്നിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത്രയും ടയർഡായിട്ട് പോലും. കാരണം എനിക്ക് മെന്റലി ഓക്കെ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറങ്ങാൻ. സോ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇന്ന് രാവിലെ പിന്നെ ഞാൻ എണീച്ച് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. പുറത്ത് പോയതേ ഇല്ല. നിങ്ങൾക്കറിയാം ഞാൻ എവിടെയും ഇങ്ങനെ വെറുതെ ഇരിക്കലില്ല. പക്ഷെ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഞാൻ എവിടെയും പോകാണ്ട് റൂമിൽ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈവനിങ് ആയപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഹായ്, ഇതാണ് പേര് പറഞ്ഞോ? അനഘ. നാട്ടില് ഓക്കെ. ഇവിടെ MBBS. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ MBBS സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോ എനിക്ക് ഇവളുണ്ടല്ലോ ഒരു ഗിഫ്റ്റ് എല്ലാം ആയിട്ട് വന്നത്. ഞാൻ കാണിച്ചു തരാം. അതെ, എന്റെ കാലില് നോക്കോ, ഈ ഒരു സാധനം കണ്ടോ? ഇതാ എനിക്ക് ഗിഫ്റ്റ് കൊടുന്നു തന്നെയാ. ഈ ഒരു ഗിഫ്റ്റ് എല്ലാം ആയിട്ടാട്ടോ വന്ന്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കൊരു ബൗണ്ടീൻ്റെ ഐസ്ക്രീമുകൾ കൊടുത്തായിരുന്നു. അത് പനിയായിട്ടും ഞാൻ കഴിച്ചു. അവൾക്ക് ഓൾറെഡി ചെറിയ പനിയൊക്കെയാണ്. നമ്മളെ നിമ്രൻ്റെ ഫ്ലാറ്റിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പം നിമ്ര ഇവിടെ കുക്കിങ്ങിലാണ് കേട്ടോ. നോക്ക്, നല്ല പൊട്ടാറ്റോ കറിയല്ല ഫ്രൈ, പിന്നെ പപ്പടം, മോര് കറി, പിന്നെ ഇടിയിറച്ചി, ചോറ്, ഇതൊക്കെയാണ് ഉള്ളത്. അത് നമ്മൾ പെട്ടെന്ന് അല്ലേ ഉണ്ടാക്കിയതാണ്. ഒരു പ്ലാനും ഇല്ലാണ്ട് പെട്ടെന്ന് ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന കറികളാണിത്. അല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും. വേണം ഒരു മുട്ടയും കൂടെ പൊരിക്കാല്ലേ, അപ്പൊ സെറ്റ് ആവും. സോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് ഞാൻ എവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. വേറെ എല്ലാ വഴിയും ഞാൻ നോക്കി. ഫ്ലൈറ്റിന് മാത്രം ഒരു ഇന്ത്യൻ റുപ്പി 15,000 രൂപയായി. 50,000 പൈസ ആയിട്ടുണ്ട്. തൊട്ടപ്പുറം കിടക്കുന്ന രാജ്യം. ഫ്ലൈറ്റിൽ 1 hour ഇരുന്ന് കഴിഞ്ഞാൽ എത്തും. ഡയറക്റ്റ് ഫ്ലൈറ്റ്, അസർബൈജാൻ്റെ ഫ്ലൈറ്റ് എന്തോ ആണ് ഞാൻ ബുക്കാക്കിയത്. അപ്പോൾ അതിൽ ഞാൻ നാളെ അസർബൈജാനിലേക്ക്, ബാക്കുവിലേക്ക് ഫ്ലൈ ചെയ്യാണ്. ജോർജിയൻ്റെ അടുത്തും ഇവരുടെ അടുത്തൊക്കെ ബായ് പറഞ്ഞ് നാളെ ഞാൻ പോവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനൊരു മൈൻഡ് പോലും ഇല്ല. ഭയങ്കര രസമായിരുന്നു ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കമ്പനി അടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. എനിക്ക് ഒരു എന്താ പറയാ, ഞാൻ മുന്നേ ബാംഗ്ലൂരൊക്കെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സിന്റെ റൂമിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇവിടെ എവിടെ തിരിഞ്ഞാലും മലയാളി റെസ്റ്റോറൻറ്റ്സും മലയാളി പിള്ളേരും ഫുഡും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ആ ഒരു ഫീൽ തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ നമ്മള് ടിബ്ലിസിയിൽ തണുത്ത വെതറൊക്കെ ആയിട്ട് നമ്മളൊരു തട്ടുകട വൈബില് ഒരു ഫുഡ് കഴിക്കാനും ഞങ്ങൾ എല്ലാവരും ഉണ്ട്, അനുവൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മള് അബൂസ് ഷോപ്പിൽ വന്നത്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ഇതും നമ്മൾ ട്രൈ ചെയ്ത് നല്ല ക്വാളിറ്റി ഫുഡാണ്. എങ്ങനെയായിരുന്നു ഫുഡ്? എങ്ങനെയായിരുന്നു? നൈസായിരുന്നു. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പില് നല്ല കസ്റ്റാർഡ് ബെസ്റ്റ് സ്പോട്ടാണ്. നല്ല ഫുഡാ. അങ്ങനെ ഞാനിതാ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അസർബൈജാനിലേക്ക് പോവാണ്, ബാക്കുവിലേക്ക്. ഫ്ലൈറ്റ് ചെറിയ ഫ്ലൈറ്റ് ആണ്, 2 സീറ്റേ ഉള്ളൂ. അസർബൈജാൻ്റെ തന്നെ എയർലൈൻസ് ആണ്. അവിടെ നോക്കി, അവിടെ ഒന്നും ആരുമില്ല. അവിടെ ഓൾറെഡി ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബാഗെല്ലാം കൊണ്ടുവന്നിട്ട്. അതേതാ ഫ്ലൈറ്റ്? ഇൻഡിഗോ ആണല്ലോ കാണുന്നത്. പക്ഷെ എന്താ ഓറഞ്ച് കളറിൽ? ഇൻഡിഗോൻ്റെ ഓറഞ്ച് ആയിട്ടാണല്ലോ. നോക്ക്, അത് അപ്പുറത്തെ ഫ്ലൈറ്റിൻ്റെതാണോ? അല്ലല്ലോ, അല്ല അതന്നെയാണല്ലോ. എന്താ മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്കിപ്പോഴും കോൾഡ് ഉണ്ട്, സെറ്റായിട്ടില്ല. എന്നിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. എന്താ ഇവിടെയൊക്കെ ഫുൾ ഫ്രീ ആണല്ലോ കേട്ടോ. അവിടെ ഇവിടെ ഒന്നും ഒരു സീറ്റിലും ആരുമില്ല. ഫുൾ ഫ്രീ. ആ സൈഡിലും ഈ സൈഡിലും ആകെ 2 എണ്ണേ ഉള്ളൂ. മറ്റേ 3 എണ്ണം ഒക്കെ ഉണ്ടാവില്ലേ. വളരെ ചെറിയ ഫ്ലൈറ്റാണ്. 1 hour ഫ്ലൈറ്റ് ഉള്ളൂ. 15,000 രൂപയായിട്ടുണ്ട് എനിക്ക് ഇവിടെ അങ്ങോട്ട് പോകാനായിട്ട്. തൊട്ടപ്പുറം ആ ബൈ റോഡ് പോയിരുന്നെങ്കിൽ സാരല്ല, എൻ്റെ മണ്ടത്തിലാണ്. ഞാൻ ChatGPT വിശ്വസിച്ചു, അതാണ് ഉണ്ടായത്. അതാണ് എനിക്ക് പണി കിട്ടിയത്. ഇനി വിശ്വസിക്കാൻ പറ്റൂല.
ഇപ്പം അവിടെ എത്തിയിട്ട് ഇന്ന് 21 തീയതി ഒക്ടോബർ 21 ഞാൻ ഫ്ലൈ ചെയ്യുന്നത്. ഒക്ടോബർ 28 നെക്സ്റ്റ് ഫ്ലൈറ്റ് സൗദിയിലേക്ക്. വീഡിയോസ് എല്ലാം ലേറ്റ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഡേറ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഫൈനലി ഞാൻ അസർബൈജാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ബാക്കുവിലാണ് ഉള്ളത്. എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഷവർമ കഴിച്ചു. അപ്പോൾ ഒരു എനർജി ആയി. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഓൾറെഡി ത്രോട്ട് പെയിൻ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറി ലാൻഡ് ചെയ്ത സമയത്ത് കിളി പോയൊരവസ്ഥയായിരുന്നു. ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ട്. സോ എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തല. ഹായ് ആഷിഖ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് ആഷിഖ്. ആഷിഖിന്റെ ഫ്രണ്ട് പേര് ഷാസിൽ. ഓക്കെ, ഇവിടുത്തെ ലൈഫ് എല്ലാം എങ്ങനെ പോകുന്നു അസർബൈജാനിലെ? അടിപൊളിയാണ്. അപ്പൊ താങ്ക് യു. ഇത് പൂവൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പൊ നമ്മളോട് വന്ന് ഫുഡ് കഴിച്ചേ പിന്നെയാണ് നമ്മള് വീഡിയോ എടുത്തത്. സോ ഇതാണ് ലൈക്ക് ഒരു പ്രോപ്പർ സിറ്റി, ഒരു ഏരിയ തന്നെ അല്ലേ, ബാക്കു സിറ്റി. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എല്ലാരും MBBS തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും MBBS തന്നെയാണ് പഠിക്കുന്നത് അല്ലേ? ഏത് ഇയർ ആയിരുന്നു? ഫോർത്ത് ഇയർ. ഓക്കെ, ഇവിടെ ഇപ്പൊ ജോർജിയയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ ഫുൾ MBBS സ്റ്റുഡൻസിന് തന്നെയാണ് കൂടുതൽ കാണുന്നത്. കുറെ സ്റ്റുഡൻസ് ഉണ്ടോ, ലൈക് മലയാളീസ് എല്ലാം? ഒരുപാട് പേരുണ്ടല്ലേ. ഓക്കെ, സോ നമ്മളിപ്പോ റൂമിലേക്ക് പോകുന്ന. ഓക്കെ, നടന്നങ്ങനെ പോകുന്നു കേട്ടോ. ഇവിടുത്തെ വെതർ ഭയങ്കര ഡിഫറെന്റ് ആയി. ഇപ്പൊ ശരിക്കും 5:45 ആയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ഡാർക്കായിട്ടാണ് ഉള്ളത്. പിന്നെ ഒരു മഴക്കാറൊക്കെ പോലെ നല്ല കാറ്റും, പിന്നെ എന്താ പറയാ, വെതർ ഭയങ്കര ഇതായിട്ടാ. നല്ല തണുപ്പും തോന്നുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ. പിന്നെ എന്താ പറയാ, മൊത്തത്തിൽ എന്തോ ഒരു ക്ലൗഡി ആയിട്ടാണല്ലോ വന്നിറങ്ങിയപ്പോൾ തന്നെ. പിന്നെ എൻ്റെ ഫ്ലൈറ്റ് എല്ലാം 4:35 എത്തണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ എത്തി. ഒരു 4 മണിക്ക് തന്നെ എത്തി. ഒരു ഹാഫ് ആൻ അവർ മുന്നേ എത്തി. ജസ്റ്റ് ഒരു അരമണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ. ഫ്ലൈറ്റ് കയറിയതും ലാൻഡ് ചെയ്തു, അത്രയും പെട്ടെന്ന് എത്തിയേ. ഗുഡ് മോർണിംഗ്. ഇന്നലെ വന്നിട്ട് പിന്നെ ഞാൻ നല്ല ടയർഡായിരുന്നു. അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ ഇന്നാണ് ഇവിടെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഞാൻ ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം എല്ലാവരും പറയുന്നത് കണ്ടു, ടിബ്ലിസി വന്നിട്ട് ഞാൻ എവിടെയും പോയില്ല, ടിബ്ലിസി ടൗണൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ടൗണൊക്കെ എല്ലാം ഒന്ന് ലൈക്ക് കറങ്ങി കാണാം സിറ്റി എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. സോ ഞാനും ആഷിഖും കൂടെയാണ് പോകുന്നത്. ഹായ് ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, ഉച്ചയായി. കുറച്ചല്ല, ഓൾറെഡി എന്നെ വന്ന് വിളിക്കുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിലാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ MBBS സ്റ്റുഡൻസ്. അപ്പൊ അവരുടെ അടുത്താണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവരെല്ലാം ക്ലാസ്സിന് പോയല്ലേ, അവരെല്ലാം ക്ലാസ്സിന് പോയി. സോ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഓക്കെ, പോയോക്കാം. നിങ്ങൾക്ക് അറിയാം ഞാൻ സിറ്റി ഒന്നും അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാറില്ല എന്നുള്ളത്. പിന്നെ ഇവൻ പറഞ്ഞു ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ. അപ്പം എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. ടിബ്ലിസി ഞാൻ അവിടെ 2 ആഴ്ചയോളം ടിബ്ലിസി മാത്രം ഉണ്ടായി. മീൻസ് ആ ഒരു സിറ്റിയിൽ തന്നെ താമസിച്ചു. എന്നിട്ടും ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിരുന്നു വീഡിയോ ഒന്നും എടുക്കാണ്ട് പിള്ളേരുടെ കൂടെ ഇങ്ങനെ അവിടെ കറങ്ങി നടക്കാൻ. ഞാൻ അവിടെ പഠിക്കാൻ പോയൊരു ഫീൽഡിലായിരുന്നു ഞാൻ അവിടെ നടന്നത്. ഭയങ്കര കുക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് നൈസായിരുന്നു. സോ ഇവിടെ എന്തായാലും അപ്പം ഞാൻ സിറ്റി എക്സ്പ്ലോർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ ക്യാബ് എടുത്തിട്ട് നമ്മളിപ്പോ ഒരു എന്താ പറയാ സെൻട്രലിൽ എത്തിയിട്ടുണ്ട് അല്ലേ? സോ ആഷിഖ് എൻ്റെ ഫ്രണ്ട്, അവൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ എനിക്ക് ഫുൾ ചരിത്രം എല്ലാം പറഞ്ഞുതരാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ടവർ. എന്താ പറയാ, അസർബൈജാനിൽ നമ്മൾ ഈവൻ ഗൂഗിൾ ചെയ്താൽ പോലും കാണാൻ പറ്റുന്ന ഒരു ടവറാണിത് അല്ലേ? 3 എണ്ണം ഉണ്ടല്ലേ? 3 എണ്ണം ഉണ്ട്, ഫ്ലെയിം ടവർ ഉണ്ട്. ഇത് ബേസിക്കലി നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ലൈറ്റ് അപ്പ് ചെയ്യും. കാരണം പല അസർബൈജാന്റെ ഫ്ലാഗും പിന്നെ ഫ്ലെയിം ഒക്കെ ഇതിനകത്ത് ലൈറ്റ് അപ്പ് ചെയ്യും. ഇത് ബേസിക്കലി ഷഹീദ് ലർഹിയബാൻ എന്ന് പറഞ്ഞാൽ അസർബൈജാൻ അർമേനിയ വോറിൽ ലൈക്ക് മരണപ്പെട്ട സോൾജേഴ്സിനെ ബറിയിരിക്കുന്ന ഒരു ഗ്രേവ് യാർഡാണ് ആ ടൈപ്പിലെല്ലാം. അതിന്റെ ഏജ് ഡീറ്റെയിൽസും ആരൊക്കെയാന്നുള്ളത് നമുക്ക് പോകുമ്പോഴത്തേക്ക് കാണാൻ കഴിയും. ഇതിന് വേറെ വ്യൂ ഉണ്ട്. ഇതിപ്പോ ഒരു ബിൽഡിംഗ് പോലെ ഫ്യൂണിക്കുലർ ഇറങ്ങി. ഇത് ഫ്യൂണിക്കുലർ ആണ് ബേസിക്കലി സിറ്റിയുടെ ഒരു പാനോറമിക് വ്യൂ കിട്ടുന്ന ഫ്യൂണിക്കുലർ. ഇത് ഇറങ്ങി താഴെ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ഫുൾ വ്യൂ കിട്ടുന്ന ഒരു
അപ്പോൾ താഴേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് ബാക്കു ബാക്കു സിറ്റിയുടെ ഒരു പാനോറാമിക് വ്യൂ കിട്ടുന്ന ഒരു സൈഡിലോട്ടാണ്, ഹൈലൈൻ പാർക്കിലോട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഈ എന്താ പറയാ ഫ്ലെയിം ടവർ കിട്ടും. ഓക്കെ, ബാക്കു സിറ്റിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സൈഡും കാണാം അല്ലേ. മെയിൻ ആയിട്ടുള്ള എല്ലാ ആ ബിൽഡിങ്സ് എല്ലാം ഇപ്പോൾ ക്ലോസർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ ബിൽഡിംഗ് എല്ലാം ഞാൻ എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ. ഓസ്ട്രേലിയയിലുള്ള ഒപ്പേറ അതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണ്. ഒപ്പേറ ഇതുപോലെ ആയിരിക്കും. അതുപോലെ തോന്നുന്നു അല്ലേ. പിന്നെ വരുന്ന വഴിക്കും ഏതോ ബിൽഡിംഗ് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചറും പല കൺട്രീസിലും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു കോപ്പി പോലെയാണ്. ഓക്കെ, ഇപ്പൊ ബുർജിൽ അറബിലെ നമ്മൾ റിച്ച് കാൾട്ടൺ കണ്ടില്ലേ, റിച്ച് കാൾട്ടൺ ഹോട്ടല്. ഓക്കെ, ബുർജിൽ അറബിന്റെ ഒക്കെ എക്സ്ട്രാ അതെന്താ? അതൊരു 360 റൊട്ടേറ്റ് ചെയ്യുന്ന റെസ്റ്റോറന്റാണ്. റെസ്റ്റോറന്റാ? അത് ജോർജിയയിൽ ഇതുപോലെ ഒരു സാധനമുണ്ട്. ആ ജോർജിയയിൽ കണ്ടത് ഓൾറെഡി ഞാൻ എന്താ പറയാ ചൈനയിൽ ഒരു കണ്ടിട്ടുണ്ടായി അതേപോലത്തെ ബിൽഡിംഗ്. അത് ജോർജിയയിൽ കണ്ട് ഇപ്പൊ ഇവിടെയും കാണുന്നത്. അങ്ങനെ ഒരു 5 സ്റ്റാർ റെസ്റ്റോറന്റാ? ഓക്കെ, അവിടെ എല്ലാം കാണുന്നയോ? എന്താ മടക്കി വെച്ച പോലെ? അത് ഹൈദർലിഫ് സ്റ്റേഡിയം ആണ് ബേസിക്കലി. ഓക്കെ, ഹൈദർലിഫ് സ്റ്റേഡിയം. പിന്നെ ഇതൊരു ഫ്ലാഗ് ആണ്. ഇത് ആക്ച്വലി ബാക്കു ഐ നമ്മുടെ ഒരു ബേസിക്കലി ഒരു എന്താ പറയാ ഒരു ജയന്റ് വീൽ ഇല്ലേ, പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലേ. ഒരു 6-7 months ഒരു 1 year ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല, ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാ തന്നെ ഈ ബിൽഡിംഗ് ഓസ്ട്രേലിയ കാണുന്ന അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. നേരെ കാണുന്ന കാർപ്പറ്റ് മ്യൂസിയം. ഓക്കെ, ഇതല്ലേ കാർപ്പറ്റ് പോലെ ഇരിക്കുന്നു. യെസ്, ഫോൾഡ് ചെയ്ത പോലെ ഉണ്ട്. ഓക്കെ, അതെ, അവിടെ ഒരു റാ പോലെ ഇങ്ങനെ കാണും. ഓക്കെ, അതിന്റെ അപ്പുറമുള്ള ബിൽഡിംഗ്. ഓ, പണി കഴിഞ്ഞിട്ടില്ല. അതിന്റെ തൊട്ടപ്പുറം 2 വലിയ ബിൽഡിങ്സ്. ഓക്കെ, ഇവിടുന്ന് മൊത്തം വ്യൂ കാണാം. ഒരു സിറ്റിയാന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. മീൻസ് ഭയങ്കര സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ നോക്ക്, മൊത്തം കണ്ടോ. ഇവിടെ അധികം ആൾക്കാരൊന്നും അത് കാണുന്നില്ല. ഇതിനി വീക്ക് ഡേ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആയിട്ട് വിന്ററിലാണ്. ഓക്കെ, യൂഷ്വലി ചില യൂറോപ്പിൽ അങ്ങനെ യൂഷ്വലി വിന്ററിൽ ആൾക്കാർ കുറവ്. ബാക്കു ലെസ് ക്രൗഡഡ് ആണ് ആക്ച്വലി. കാര്യങ്ങളൊക്കെ ആയാലും ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര പീസ്, ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. ശബ്ദം ഒച്ചപ്പാടുന്നവർക്ക് തീരെ താല്പര്യമില്ല. ഓ, അതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ എല്ലാം. പിന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് എല്ലാവിടെയും. ഭയങ്കര വെൽ ഓർഗനൈസ്ഡും കണ്ടോ. എല്ലാം ചെടികളാണെങ്കിലും അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. നൈസ് ആയിട്ടുണ്ട്. നമ്മളിതാ ഒരു റൈഡിൽ കയറിയിരിക്കുകയാണ്. ഇതിന്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് പോയിട്ട് പേരെന്തായിരുന്നു? ഫ്യൂണിക്കുലർ റൈഡ്. ഓക്കെ, ആ ഒരു കൈൻഡ് ഓഫ് ട്രാം ആണ്. അതെ, ഇവിടെയൊക്കെ കുറെ ഇന്ത്യൻസും പാകിസ്ഥാനീസും ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും എന്നോട് ചോദിക്കുക പാകിസ്ഥാനി ആണോ എന്ന്. എന്താ അങ്ങനെ ചോദിക്കുന്നത്? കാരണം ഇവിടെ ബേസിക്കലി അസർബൈജാൻ, ടർക്കി, പാകിസ്ഥാൻ ഈ 3 കൺട്രീസും ഭയങ്കര ബോണ്ടഡ് ആണ്. ഓക്കെ, ഓക്കെ. ഓ, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച എന്താ എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ നമ്മള് ഇന്ത്യൻസിനും പാകിസ്ഥാനിനും സെയിം ലുക്ക് തന്നെയല്ലേ, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. സ്കിൻ ടോൺ ആണെങ്കിലും എല്ലാം സിമിലർ ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന കേട്ടോ. അപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പോകും. ഇതിന് എത്ര പൈസയാവും? ഇതിന് ഒരു 1 മനാത്ത്. 1 മനാത്ത് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 70-60 ആ ഒരു റേഞ്ചാണ് കേട്ടോ. അപ്പൊ ഇതിൽ കയറി ഇവിടെ വരുന്നവരെന്തായാലും ഇതിൽ കയറിയിട്ട് ഈ വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മളിതാ ഒരു ഗുഹേന്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. സ്ലോ ആയിട്ട് പോകുന്നു. കുറച്ച് സ്പീഡൊക്കെ ആയിരുന്നെങ്കിൽ നൈസാണ്. ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്ന ടൈമിങ്ങിലാണ്. കാരണം ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് 2 മോണോറെയിൽസ് ഒരുമിച്ച് ഒരു പോയിന്റിൽ വരും. കാണാൻ പറ്റും. സെയിം ടൈമിൽ സെയിം ടൈമിന് അവിടെ നിന്ന് ഇവിടുന്ന് താഴ്ന്ന സെയിം ടൈമിന് അവിടെ നിന്ന്. ഇതിങ്ങനെ വെച്ചാൽ നമ്മൾ കാണും വ്യൂ. ഓക്കെ, ഇപ്പൊ കാണാല്ലേ. ഓ, നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യുമല്ലേ. അവിടുന്ന് അതേപോലെ വരുന്നുണ്ട്.
അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഇപ്പോൾ കണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ എല്ലാം പ്രോപ്പറായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം എല്ലാം. മ്യൂസിയത്തിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഒരു മിനി വെനീസ് എന്നാണ് പറയുന്നത്. നമ്മളെ വെനീസിലുള്ള, ഇറ്റലിയിലെ വെനീസിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ ഫുൾ ബോട്ടിംഗ് ഒക്കെ ആയിട്ട്, അതുപോലെ നമുക്കിങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോയാൽ അതിൻ്റെ ഒരു മിനി വേർഷനാണ്. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ, നൈസ് ആയിട്ടുണ്ട്. പക്ഷെ അധികം ആൾക്കാരൊന്നും ഇല്ല, അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര പീസായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മളിത് ഈ ബോട്ടിൽ റൈഡ് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി പോവാണേ. കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു റൗണ്ട് മൊത്തം ഇങ്ങനെ കറങ്ങി കാണാമെന്ന് വിചാരിച്ച്. പക്ഷെ നൈസ് ആയിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ കളർ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയാണേ. നമ്മളിത് ഇവിടെ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. യൂഷ്വലി ഇവിടെ ഒരാളും കൂടെ ഒക്കെ ഇരിക്കും, പക്ഷെ നമ്മളെ ഭാഗ്യം കൊണ്ട് വേറെ ആരുമില്ല. അവൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്, ഞാനിപ്പുറം ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ പോകുന്നു. ഇതിലൊക്കെ രണ്ടുപേരാണ് പോകുന്നത്. ഓ, ഇടയ്ക്ക് ലൈറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ. ആണോ? അതിന് അവരുടെ നാട്ടിൽ പോയിട്ടല്ലോ, ഈ നാട്ടിൽ നിന്നല്ല എടുക്കുന്നത് സീന. ആ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇതുവഴി ഇങ്ങനെ നടക്കുകയാണേ. ഞാനിലേക്ക് ഇവിടെയൊക്കെ എത്ര സ്പേസ് ആവശ്യം, ഇവിടെ ഒന്നും ആരുമില്ല. ഒരു യൂറോപ്പ് ഫീലാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ ഇവിടുത്തെ ഷോപ്സൊക്കെ കണ്ടില്ലേ നമുക്ക്. ഇപ്പോൾ ഇസ്താംബുളിൽ ഭയങ്കര വൈബാണ്, പക്ഷെ പീസ്ഫുൾ അല്ല. പിന്നെ ഭയങ്കര ക്രൗഡഡ് ആണ്. ഇവിടെ അധികം ക്രൗഡില്ല. പക്ഷെ എനിക്ക് ഇസ്താംബുളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിറ്റിയിലെല്ലാം. എനിക്ക് ഇസ്താംബുൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ലൈക്ക് ആ ഒരു സിറ്റി വൈബ്. കുറച്ചോ നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇപ്പം ഇത്രയും സ്പേസ് ഉണ്ടെങ്കിൽ ഈ സ്പേസിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഒരാൾക്ക് നടക്കാൻ. അത്രയും ക്ലോസ് ആയിട്ടുണ്ടാവുക. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇവനാണ് ഫുഡ് ഓർഡർ ചെയ്തത്. എന്തിനാ ഇത്രയും ഫുഡ് ഓർഡർ ചെയ്ത് എനിക്ക് അറിയില്ല കേട്ടോ. നോക്ക്, ഞാൻ വാഷ്റൂം പോയി വന്നപ്പോൾ ഈ ഫുഡ് ഓർഡർ ആക്കിയത്. കുറച്ചേ കഴിക്കുള്ളൂ. അയ്യോ, എന്റെ ഒരു കൺസെപ്റ്റില് ഇന്ത്യൻസ് കുറെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവര് അതിനേക്കാൾ കഴിക്കുന്നുണ്ട് അല്ലേ. സീൻ ഇതൊക്കെ 2 എണ്ണം. അയ്യോ, ഇതിന്റെ പേരെന്തായിരുന്നു? പിടം. പക്ഷെ അവിടെ പീഡ തുർക്കിയിലെല്ലാം. ആ, പിടം. കഴിച്ച ഓട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് രണ്ടെണ്ണം പറഞ്ഞപ്പോ 2 എണ്ണം വേറെ വേറെ പറയാറില്ല. ഇത് സെയിം അല്ലേ? തിരിച്ച് ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.